ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയറിൻ്റെ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നന്നായിട്ട് അത് കുതിർന്ന് കിട്ടി. അപ്പോൾ അതിനകത്തേക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് കഴുകി വാരി എടുത്തിട്ട് 2-3 മല്ലിയിലയും ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ തലേ ദിവസം തന്നെ ഒരു അര സ്പൂണ് ഉലുവയും ഒരു 1/4 സ്പൂണ് ജീരകവും കൂടി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. രാവിലെ അരച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തു. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. അല്പം നെയ്യ് ഒഴിച്ച് മുരിയിച്ചെടുക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റിയിൽ കഴിക്കാം. പിന്നെ ഈ ദോശയുടെ ചട്നി ഞാൻ തേങ്ങയില്ലാത്തതാണ് കേട്ടോ അരച്ചത്. അതായത് ഇത്തിരി മല്ലിയിലയും പുതിന ഇലയും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് 2-3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ വേറെ ഒന്നുമില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സിയിലിട്ട് അരച്ചു. അപ്പോൾ അത് നല്ലൊരു ചട്നിയായി. പിന്നെ അത് ഞാൻ വറുത്തിട്ടു കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണയിൽ 2-3 കടുകും 2 കൊല്ലമുളകും കൂടി ഇട്ട് വറുത്തിട്ടു. അങ്ങനെ നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റായി രാവിലെ. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു പെരതാമസം ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ. ഞങ്ങൾ SLC ബാച്ചിലുള്ളതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞ സമയത്ത് അവിടെ തന്നെ എത്തി, അവരുടെ വീട്ടിലെത്തി. അങ്ങനെ പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് കയറി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് പഴയ കഥകളും പുതിയ കഥകളും ഒക്കെ പറഞ്ഞ് പഴയ സ്നേഹങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. അങ്ങനെ ഞങ്ങൾ പഠിച്ച സ്കൂൾ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത് തന്നെ ഒരു റീയൂണിയൻ വെക്കാമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പിന്നെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. അതായത് സൈഡ് നിറച്ചൊരു വശം സൈഡ് ആ വീടിൻ്റെ പാടങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് പോണ റോഡും ഒക്കെ കാണാം കേട്ടോ. അങ്ങനെ നല്ലൊരു കഥ എഴുതാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ ഇരുന്ന് കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കഥകളൊക്കെ വേണമെങ്കിൽ വരൂ കേട്ടോ. അത്രയ്ക്ക് നല്ല സ്ഥലമാണ് അവിടെ. വൈകുന്നേരങ്ങളിൽ കാറ്റ് കിട്ടാനും ഒക്കെ നല്ല സ്ഥലം. അത്ര നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വിശപ്പൊക്കെ ആയി എല്ലാവർക്കും. ചെന്നപ്പോൾ തന്നെ ജ്യൂസൊക്കെ കുടിച്ചതാണ് കേട്ടോ. പിന്നെ വിശപ്പായി 1 മണിയാവാറായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി ഊണ് കഴിക്കാനുള്ള ഇതിൽ. അപ്പോൾ അവിടെ സൈഡിലൊരു കുട്ടിക്കിണർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുറ്റത്ത് ചെപ്പിനടപ്പില്ല എന്ന് പറയണ പോലെ നല്ലൊരു കുഞ്ഞു കിണർ, നല്ല ഡിസൈൻ ചെയ്തിട്ട് പകുതിയാക്കി വെച്ചേക്കണം കട്ട് ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്തെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ വീടിൻ്റെ പുറത്തുനിന്നുള്ള ഫോട്ടോ ആണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ കൂടി വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. നെയ്ച്ചോറും ബീഫും സാലഡും ആയിരുന്നു മെയിനായിട്ടുള്ളത്. പിന്നെ വെജ് വേണ്ടവർക്ക് വെജിൻ്റെ സാദാ ചോറും ഉണ്ടായിരുന്നു. ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ ഉണ്ടായിരുന്നു. അച്ചാറ്, സാലഡ്, മോരുകറി, പിന്നെ പപ്പടം വറുത്തത്. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച എന്ന് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് ഡേയും കൂടിയാണ്. August 3 ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് വീണ്ടും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.